എൻ്റെ പിതാവ് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നുള്ളൂ. കാരണം ഈ സ്ഥാപനത്തിൽ പിതാവ് കൂടി ഒരു 85 വയസ്സുള്ള പിതാവ് കൂടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു മനോവ്യത വലുതായിരുന്നു. അപ്പം മരണം സന്തോഷകരമാക്കുന്ന ഒരു സ്ഥാപനമായി KSRTC മാറുകയാണ്. എൻ്റെ വീട്ടിലുള്ള ഉമ്മക്ക് മരുന്ന് വാങ്ങാൻ 3500 രൂപ ഒരു മാസത്തെ മരുന്നിന് വേണം. പ്രായാധിക്യവും ഹാർട്ട് പേഷ്യൻറ്റും ഒക്കെ ആയ എൻ്റെ ഉമ്മക്ക് മരുന്ന് വാങ്ങാൻ വേണം. അതുപോലെയാണ് ഈ KSRTC മിക്ക ജീവനക്കാരും. KSRTC ജീവനക്കാർ സർക്കാർ ജീവനക്കാരാണ് എന്നുള്ള ലേബലിൽ ഇപ്പോൾ നമ്മളെ റേഷൻ കാർഡ്, ഏറ്റവും ചുരുക്കിയത് റേഷൻ കാർഡ് പറയുകയാണെങ്കിൽ നമ്മൾ സർക്കാർ ജീവനക്കാരായതിൻ്റെ പേരിൽ വെള്ള കാർഡാണ്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ്, മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്കോളർഷിപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സർക്കാർ ജീവനക്കാർ എന്നുള്ള ലേബൽ വന്നതുകൊണ്ട് നമുക്ക് നിഷേധിക്കപ്പെടുകയാണ്. എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും KSRTC ജീവനക്കാർക്ക് ലഭിക്കുന്നുമില്ല. ഞങ്ങൾ ഈ മാസം ചെയ്ത ജോലിയുടെ കൂലി അടുത്ത മാസം 20-ാം തീയതി 30-ാം തീയതിനുള്ളിലാണ് കിട്ടുന്നത്. ഏകദേശം ഒരു മാസത്തോളം 30 ദിവസത്തോളം പെൻഡിങ് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. വീട്ടിൽ പോകുമ്പോൾ നമ്മളെ മക്കൾ എന്തെങ്കിലും, സാധാരണ എല്ലാവരും മക്കൾ അങ്ങനെയല്ലോ, അച്ഛനും അമ്മയും വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ എന്തെങ്കിലും കയ്യിലുണ്ടാവും എന്നുള്ള രീതിയിലാണ് കാത്തിരിക്കുക. അപ്പം നമ്മളെ കാണുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ നമ്മളെ മക്കളെ നമ്മൾ വരുന്നതിന് മുമ്പ് മക്കൾ ഉറങ്ങും. കാരണം അച്ഛൻ്റെ കയ്യിലൊന്നും കിട്ടാനില്ല. ഈ അവസ്ഥയിലേക്ക് മക്കൾ പാകപ്പെട്ടിരിക്കുക. അപ്പോൾ